എൻ്റെ ആ പറച്ചിൽ മറ്റൊരു സമുദായത്തെയും ഹർട്ട് ചെയ്യേണ്ട, അവർക്കാർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാകേണ്ട ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മുസ്ലിങ്ങൾക്ക് സർക്കാർ വിളമ്പി വെച്ച ഒരു ഇല ചോറുണ്ട് സംവരണം, അതിൽ നിന്നൊരു 2 ഉരുള മാത്രമായിട്ട് ഈ തീരദേശ മുസ്ലിമിന് പ്രത്യേകമായിട്ട് മാറ്റിവെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പൊന്നാനി കേന്ദ്രീകരിച്ചൊരു ജില്ല വരുമ്പോൾ അത് നന്നായിരിക്കും. മുഹമ്മദ് അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗിനെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. തിരിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാനെ കാഫറാക്കി ഫത്വ ഇറക്കുന്ന പശ്ചാത്തലമൊക്കെ ചില പ്രവിശ്യ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്തെ കൊടുക്കൽ വാങ്ങലുകളും പോരുകളുമാണ്. കോൺഗ്രസ് പാർട്ടി 1965 പിളർന്ന് 64-65 കാലത്ത് പിളർന്നിട്ടാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. അപ്പം മാറുന്നൊരു രാഷ്ട്രീയ കാറ്റിനനുസരിച്ച് യുക്തിസഹമായ നിലപാടുകൾ സ്വീകരിക്കാത്തവരൊക്കെ ആ കാറ്റത്ത് കടപുഴകി വീഴുമെന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ ഒരു നോഹയുടെ പെട്ടകമാണ്, നൂഹ് നബിന്റെ കപ്പൽ എന്ന് പറയാം. ഇതിനകത്ത് കയറി കൂടിയാൽ ഒരു രക്ഷയുണ്ടാവും. LDFന്റെ ജനകീയ അടിത്തറ സമ്പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞു എന്നൊന്നും ആരും അഭിപ്രായപ്പെടുന്നില്ല. അല്ലാതെ ഈ 6 വരിപ്പാതയൊന്നും ഒരു കാരണവശാലും പിണറായി സർക്കാരിൻ്റെ ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും പൂർണ്ണമായ ബോധ്യം ആ അവകാശവാദത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആശാ വർക്കർമാരെക്കാളും കൂലി ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് കൊടുക്കുന്ന ഒരു സർക്കാരാണ്. KPCC ജനറൽ സെക്രട്ടറി KP നൗഷാദ് അലിയാണ് ഇന്ന് ഡൂൾ ടോക്കിൽ നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത്. സ്വാഗതം. തീരദേശ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക സംവരണം എന്ന താങ്കളുടെ പ്രസ്താവന വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഒരു മതസംഘടനയുടെ വേദിയിൽ കൂടിയാണ് താങ്കൾ ഇക്കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് തീരദേശ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക സംവരണം എന്ന ചിന്ത ഉണ്ടായി വന്നിട്ടുള്ളത്? അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രത്യേക സംവരണം എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിനെ വർഗീയമായിട്ട് വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുസ്ലിം സംവരണത്തിനകത്ത് നിന്നൊരു ഉപസംവരണം നൽകണം എന്നാണ് എൻ്റെ വാദം. അല്ലാതെ തീരദേശ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പുതിയ സംവരണം നൽകണം എന്നൊരു വാദമല്ല ഉന്നയിച്ചത്. മുസ്ലിം സംവരണത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ഉപസംവരണം, അതാണ് നമ്മുടെ വാദം. ഞാനത് മനസ്സിലാക്കുന്നത്, അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന ആശയത്തിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആ വാദം മുന്നോട്ട് വെക്കുന്നത്. കാരണം ജാതി സെൻസസ് എന്തിന് നടത്തണം എന്ന് വെച്ചാൽ, അത് നിലവിൽ സംവരണാവകാശങ്ങൾ അനുഭവിക്കുന്ന വിവിധ ജാതി വിഭാഗങ്ങൾക്കിടയിൽ സർവേ നടത്തുകയും സെൻസസ് നടത്തുകയും അവരിൽ കൂടുതൽ അതിദരിദ്രമായി അതിപിന്നോക്കമായി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിരക്ഷയും പരിചരണവും നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ജാതി സെൻസസിൻ്റെ അന്തസത്ത. അപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു ആശയത്തിൻ്റെ ചുവട് പിടിച്ചാണ് അത് പറഞ്ഞത്. എൻ്റെ ആ പറച്ചിൽ മറ്റൊരു സമുദായത്തെയും ഹർട്ട് ചെയ്യേണ്ട, അവർക്കാർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാകേണ്ട ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മുസ്ലിങ്ങൾക്ക് സർക്കാർ വിളമ്പി വെച്ച ഒരു ഇല ചോറുണ്ട് സംവരണം, അതിൽ നിന്നൊരു 2 ഉരുള മാത്രമായിട്ട് ഈ തീരദേശ മുസ്ലിമിന് പ്രത്യേകമായിട്ട് മാറ്റിവെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ പകുതി വഴി വെച്ചൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ വർഗീയമായിട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരുകൂടി മനസ്സിലാക്കണം, ഞാൻ മറ്റൊരു സമുദായത്തിൻ്റെയും സംവരണത്തിൽ നിന്ന് ഒരു പിടി കവർന്ന് ആർക്കെങ്കിലും കൊടുക്കണമെന്നല്ല പറഞ്ഞത്. മുസ്ലിം സംവരണത്തിനകത്ത് നിന്ന് ഉപസംവരണം നൽകണമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ അടിവരയിട്ട് ഇന്നത്തെ കാലം മോശമായതുകൊണ്ട് ഞാൻ പിന്നെ റീട്രേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അത് ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണം, അതിന് തീരദേശം മുഴുവനുമുള്ളൊരു ഇഷ്യൂ ഉണ്ട്. പലപ്പോഴും നമ്മളെ മലയോര മേഖലയിലെ മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു ശ്രദ്ധയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉയരുന്ന ഒരുപാട് പോരാട്ടങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അത് തീർച്ചയായിട്ടും ആവശ്യമുള്ളത്, നമ്മളൊക്കെ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുമാണ്. ഇതിൽ അത്ര തന്നെ ഒരു തീരദേശത്തെ ജനതയ്ക്ക് വേണ്ടി ഉയരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അത് പഴയ തീരദേശമല്ല ഇന്നത്തെ തീരദേശം. പണ്ട് കാലത്ത് നമ്മൾ തീരദേശത്തെ മനുഷ്യരെയൊക്കെ വളരെ ആരോഗ്യ ദൃഢഗാത്രരായ, പിന്നെ കടലിനോടും മരണത്തോടും ഒക്കെ മല്ലിടുന്ന കാരിരുമ്പിൻ്റെ മനക്കട്ടിയും പേശിബലമുള്ള മനുഷ്യരായിട്ട് നമ്മുടെയൊക്കെ ഒരു ക്ലീഷ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് കാലം മാറി. അങ്ങനെ പേശീബലം ഉപയോഗിക്കേണ്ട രംഗങ്ങളൊക്കെ മത്സ്യബന്ധനത്തിലും തീരദേശത്തൊക്കെ ഇന്ന് കുറവാണ്. എല്ലാം യന്ത്രവൽകൃത ബോട്ടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ
അവരുടെ ആരോഗ്യം അത് ഇന്നൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് തീരദേശത്ത് വളരെയധികം വ്യാപകമാണ്. ചർമ്മജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, അന്തരീക്ഷത്തിലെ ലവണത്തിൻ്റെ ആധിക്യം മൂലമുള്ള പൾമണറി ഇഷ്യൂസ്, ശ്വാസകോശ സംബന്ധിയായ വിഷയങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി, കരൾ, ഹൃദയ രോഗികൾ, സ്ട്രോക്ക്, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ചിലയിടങ്ങളിലൊക്കെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ക്യാൻസർ ഗ്രോത്തും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും, നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ. അപ്പോൾ ഒരു സമഗ്രമായ പഠനം തീരദേശത്തെക്കുറിച്ച് നടത്താൻ ഈ മാറിയ സാഹചര്യത്തിൽ സർക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ട ഒരുപാട് മുൻകരുതലുകളും ബോധവൽക്കരണങ്ങളും നടപടികളും ഇടപെടലുകളുമുണ്ട്. അതിനൊന്നും സർക്കാർ സന്നദ്ധമാകുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു വസ്തുതയായിട്ട് അവശേഷിക്കുന്നുണ്ട്. പിന്നെ ഈ മുസ്ലിം ഉപസംവരണം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ മുസ്ലിം സംവരണം അതൊരു 12%. മുസ്ലിം സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളുടെ പട്ടിക എടുത്താൽ തീരദേശത്ത് കാര്യം വളരെ തുലവും പരിമിതമാണ്. അവിടെ നിന്ന് സർക്കാർ ഉദ്യോഗത്തിൽ അപൂർവം ആളുകളാണുള്ളത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതും വളരെ കുറവാണ്. എന്നാൽ മറ്റു സമുദായങ്ങൾ തീരദേശത്തുള്ളത്, ഇപ്പോൾ ലത്തീൻ കത്തോലിക്കർ, അവർക്ക് നേരിട്ടൊരു സംവരണമുണ്ട്. അതുപോലെ ധീവരർക്കും നേരിട്ട് അവരിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്ന ഒരു സംവരണമുണ്ട്. അത് അവരിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകൾക്ക് മുന്നോട്ട് കടന്നു വരാൻ അവസരമുണ്ട്. എന്നാൽ മുസ്ലിം പൊതുസംവരണത്തിൻ്റെ ഭാഗമായിട്ട് തീരദേശ മുസ്ലിം പെട്ട് കിടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീരദേശ ഇതര മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കാൾ ബഹുഘാതം പിറകിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് മത്സരക്ഷമത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിൻ്റെ കാര്യത്തിലും മറ്റ് മാനദണ്ഡങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പിറകിലാണ്. അപ്പോൾ സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവർ മാറാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അവർ പിന്നണിയിൽ നിന്ന് പിന്നണിയിലേക്ക് തള്ളപ്പെടുന്നു. അപ്പോൾ അത്തരം ആളുകളെ കൈപിടിച്ചുയർത്തുക അതൊരു സാമൂഹിക രാഷ്ട്രീയ ദൗത്യമാണ്. അതിന് മുസ്ലിം സമുദായമാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊരു പ്രധാന മുസ്ലിം സമുദായ സംഘടനയുടെ തിങ്ങി നിറഞ്ഞൊരു യോഗത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ കാരണം, പൊതുസമൂഹത്തെക്കാൾ ഉപരി മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് നിന്നാണ് ഇതിനൊരു അഭിപ്രായ രൂപീകരണം ഉരുത്തിരിയേണ്ടത്. കാരണം ഉപസംവരണമാണല്ലോ മുസ്ലിം സംവരണത്തിൽ നിന്ന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ആശയം വികസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനനുകൂലമായിട്ടുള്ള വാദഗതികളും പഠനങ്ങളും ഉപോത്ബലകമായ മറ്റ് കാര്യങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്തൊരു സർക്കാരൊക്കെ വരുമ്പോൾ UDFൻ്റെ ഒരു ഗവൺമെൻറ്റൊക്കെ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നൊരാഗ്രഹം സ്വാഭാവികമായിട്ടും തീരദേശത്തെ ആളുകൾക്കുണ്ട്. അതിനെ ഞാനൊന്ന് പ്രതിനിധീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉപസംവരണം എന്നുള്ള വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ 12% സംവരണമാണ് ഇപ്പോൾ നിലവിൽ മുസ്ലിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഒരു ഉപസംവരണം തീരദേശ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നൽകുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്ന ആ പൊതുസംവരണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഈ പൊതുസംവരണത്തെ ഒരു നിലക്കും പ്രതികൂലമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു മിനിസ്റ്റീരിയൽ വർക്കിനകത്താണ് ചതിവും പിന്നെ പാളിച്ചകളൊക്കെ പറ്റാനിടയുള്ളത്. കാരണം ഈ റൊട്ടേഷൻ, പിന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ ഒരു സമയക്ലിപ്തത, വിവിധ സംവരണ വിഷയങ്ങൾ കൂടിക്കലർന്ന് സങ്കീർണമാവുന്ന സാഹചര്യം. ഇപ്പോൾ തന്നെ പിന്നെ ഈ റൊട്ടേഷൻ വ്യവസ്ഥിതിയൊക്കെ പുതിയ പുതിയ സംവരണങ്ങൾ വരുമ്പോൾ ഈ റൊട്ടേഷൻ വ്യവസ്ഥിതിയിൽ ചില വിഭാഗങ്ങൾക്കൊക്കെ അകാരണമായിട്ട് അടിയേൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സങ്കീർണമായ ഒന്നാണ് അതിൻ്റെ ആഫീസ് നടപടിക്രമങ്ങൾ. അതിൻ്റെ ആ മിനിസ്റ്റീരിയൽ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ വഴികളുണ്ടല്ലോ. അതൊക്കെ ചിലതൊക്കെ പിഴവ് ബോധപൂർവമാണ്, ചിലതൊക്കെ പിന്നെ വിചാരിക്കാതെ സംഭവിക്കുന്നതാവാം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊരു ബദ്ധശ്രദ്ധ പുലർത്തി ഇത് കൃത്യമാക്കി ഇത് ലക്ഷ്യമിടുന്നതിൻ്റെ മുകളിലേക്കും താഴേക്കും പോകാത്ത വിധത്തിൽ ക്ലിപ്തം ആവുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? അതല്ല, ഇതിലൊരു ഇസ്ലാമിൻ്റെ ഒരു വിശാല കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ എതിർക്കുവാൻ സാധിക്കുകയില്ല, വിശ്വാസപരമായി തന്നെ. കാരണം
അനർഹമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈയാളുന്നത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിലൊക്കെ വലിയ ജാഗ്രത പുലർത്തുന്നതാണ് മുസ്ലിം വിശ്വാസ സമൂഹം. യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ട എല്ലാ സമുദായ നേതാക്കളും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതിപ്പോൾ സമസ്ത ഇരുവിഭാഗം നേതാക്കളും മുജാഹിദ് നേതാക്കളും മറ്റ് സമുദായ സംഘടനകൾ ജമാഅത്തൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ ഇതിനെ എതിർക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കാന്തപുരത്തിൻ്റെ കേരള യാത്രയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സമുദായങ്ങളുടെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടാകുന്ന കരുതുന്നു? അതല്ല, ഇത് നമ്മളൊരു ഡിബേറ്റിനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ എല്ലാവരും തലകുലുക്കി അംഗീകരിച്ച് കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. ഇതൊക്കെ ഒരു സംവാദങ്ങളാണ്, ഇതൊരാശയമാണ്. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഡാറ്റകളും സ്ഥിതിവിവര കണക്കുകളും ഒക്കെ ശേഖരിക്കുകയും അത് പരസ്പരം വിനിമയം ചെയ്യുകയും അങ്ങനെ വിശദമായ ആലോചനകളും ചർച്ചകളും ഏകോപനങ്ങളും നയരൂപീകരണങ്ങളൊക്കെ സംഭവിച്ചിട്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വിയോജിപ്പുള്ളവരുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ വിയോജിപ്പും ഒക്കെ ചേർന്നുള്ള ഒരു സങ്കലനമാണ് അന്തിമമായൊരു തീരുമാനം. അതുകൊണ്ട് വിയോജിക്കുന്നവരെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. അത് നമ്മളൊക്കെ ഒരു നെഹ്റുവിയൻ കോൺഗ്രസ്സുകാരാണ്. എല്ലാ വിയോജിപ്പുകളെയും നമ്മൾ അങ്ങനെയാണ് സമീപിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിയോജിപ്പിനെ നമ്മൾ ഒന്നുകൂടി സഹിഷ്ണുതയോടുകൂടി തന്നെ സമീപിക്കും. എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ വിഷയത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ചർച്ചകൾ ഉയർന്നു വരട്ടെ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. മുസ്ലിം ലീഗ് എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണാൻ തോന്നുന്നത്? മുസ്ലിം ലീഗിന് ഇതൊക്കെ ഈ മുസ്ലിം ലീഗാണ് പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ കഴിഞ്ഞ 10-70 വർഷമായിട്ടുള്ള പ്രാതിനിധ്യം നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആലോചനാമൃതമായ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രത്യാശിക്കുന്നത്. അത് നമ്മളൊരിക്കലും ഇതൊരു കലഹിച്ചിട്ടോ ഇതിനൊരു വേർതിരിവുണ്ടാക്കിയിട്ടോ ഒരു വിഭാഗീയതയ്ക്ക് കളമൊരുക്കിയിട്ടോ അല്ല ഇതൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത്. ഇതൊക്കെ നടക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇത് ചിന്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. അതൊരിക്കലും കലഹത്തിലൂടെയല്ല, അത് സംയമനത്തിലൂടെയും യോജിപ്പിലൂടെയും രഞ്ജിപ്പിലൂടെയും ഉരുത്തിരിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യകണ്ഠേനയുള്ളൊരു തീരുമാനം ഇതിന് വരും എന്നുള്ളതാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ മുമ്പിൽ കാണുകയാണ്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രകടന പത്രികയിൽ ഇതൊരു വാഗ്ദാനമായിട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അല്ല, ഞാൻ അത്തരത്തിൽ ഒന്നും ആലോചിക്കുകയോ അത്തരത്തിൽ സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു കാര്യം എനിക്ക് പറയുന്നതിലൊരു ആധികാരികത കുറവുണ്ട്. സ്വാഭാവികമായിട്ടും വരട്ടെ, നമുക്ക് നോക്കാം. അതൊരു പ്രകടന പത്രിക വിഷയമെന്ന് പറയുമ്പോൾ ഒരു ഒരു സമൂഹ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു മുസ്ലിം സമുദായത്തിനകത്തൊരു കൺസെൻസസ് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടാവുന്ന പക്ഷം പിന്നെ ഈ കാര്യം നടക്കാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. കാരണം മുസ്ലിമേതര സമുദായങ്ങളെ ഒന്നും ബാധിക്കാത്ത ഒരു വിഷയമാണിത്. കാരണം അവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത, അവരുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത, അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലിന് പഴുതില്ലാത്ത, എന്നാൽ പോസിറ്റീവായ അഭിപ്രായം പറയാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും അവകാശമുണ്ട്, അത് പറയുകയും വേണം. അതല്ലാതെ ഇതിനൊരു നെഗറ്റീവ് ആംഗിൾ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലില്ല. നമ്മൾ അത്തരത്തിൽ സമൂഹത്തിൽ തർക്കവും ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കുന്ന ഒരു വിഷയവും ഉയർത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. നമ്മൾ ഉയർത്തുന്ന ഏതൊരു വിഷയവും ആളുകൾക്ക് തമ്മിൽ ഒരു ഐക്യപ്പെടലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ സതുദ്ദേശം. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞൊരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഉന്നയിച്ചത്. ഉന്നയിച്ചതും ഒരു കലഹത്തിനോ ഒരു തർക്കവിതർക്കങ്ങളിലേക്ക് പോകാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിനൊരു കൺസെൻസസ് വരുത്തേണ്ടതുണ്ട്. ആ കൺസെൻസസ് സ്വാഭാവികമായിട്ട് അവധാനതയോടെ തന്നെ സംഭവിക്കേണ്ടതാണ്. അത് സംഭവിച്ചോളൂ. ഞാൻ ഒന്നുകൂടെ വ്യക്തത വരുത്താനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ തീരദേശ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗത്തെയും? സ്വാഭാവികമായിട്ടും ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അവർ പുതിയ തലമുറയൊക്കെ അതിൽ നിന്ന് പിന്മാറി വരുന്നുണ്ടെങ്കിലും അവരുടെ തൊട്ട് മുമ്പുള്ള തലമുറയെങ്കിലും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. അത് ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ സന്ദേഹങ്ങളൊന്നും നിലവിലില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ മത്സ്യബന്ധനം മാത്രമല്ല, പഴയകാലത്ത് ഉരു നിർമ്മാണം, പത്തേമാരി, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ട തീരദേശക്കാരുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ അതിനകത്തുണ്ട്. അവരും മത്സ്യത്തൊഴിലാളി വിഭാഗമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. സാമൂഹികപരമായിട്ട് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്നത് കേവലം മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ലല്ലോ. ഇറച്ചി വെട്ടുകാർ, ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ മുടി വെട്ടുന്ന ആൾ, ഒസാൻ പോലെയുള്ള വിഭാഗത്തിലുള്ള ആളുകളും സാമൂഹികപരമായിട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നും പിന്നാക്കം നിൽക്കുന്നവരാണ്. അവർക്ക് കൂടെ ഇത്തരത്തിലൊരു സംവരണം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അല്ല, അത് പിന്നെ ഇറച്ചി വെട്ടുകാർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു കാസ്റ്റ് വൈസായിട്ട് നമ്മുടെ കേരളത്തിലില്ല. കാരണം അത് ആർക്കും ആ തൊഴിലെടുക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഉപജാതി പശ്ചാത്തലമോ ഒന്നും ഉത്തരേന്ത്യയെ പോലെ ഇല്ല. കാരണം ഉത്തരേന്ത്യയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഖുറൈശി എന്നൊരു വിഭാഗക്കാരാണ് ഇറച്ചിവെട്ട് തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. പിന്നെ ഈ ബാർബർ ഒസാൻ വിഭാഗം എന്ന് പറഞ്ഞാൽ അത് മാലിക് ദിനാറിൻ്റെ കൂടെ വന്ന സ്വഹാബി അല്ലെങ്കിൽ ആ പുണ്യ പുരുഷന്മാരുടെ പിന്തുടർച്ചക്കാരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു ആളുകൂടി വന്ന് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു വിഭാഗമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അതിനെ ഒരു സാമൂഹികമായിട്ട് അവരെ തരംതിരിവോടെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാണുന്നവരുടെ പ്രശ്നമാണ്. അവർക്കൊരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ഇല്ല അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രണ്ടാംകിട പരിഗണനയോ അങ്ങനെ ഒരു സമീപനമോ ഒന്നും അവരെ അർഹിക്കുന്നുമില്ല. അങ്ങനെയൊന്നും ഇസ്ലാമിക വിശ്വാസത്തിലും ഇല്ല. ആരെങ്കിലും അവരെ അത്തരത്തിൽ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വൈകല്യം മാത്രമാണ്. മാത്രമല്ല, ഒസാൻ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൃത്യമായ തൊഴിലും വരുമാനവും ഒക്കെയുള്ള ആളുകളായിട്ടാണ് ഞാൻ അവരെ വിലയിരുത്തുന്നത്. അവരൊക്കെ മെച്ചപ്പെട്ട ഇതര എല്ലാ പൊതുസമൂഹത്തിൻ്റെ തുല്യമായ അളവിൽ തന്നെ മെച്ചപ്പെട്ട ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് കരുതുന്നത്. അല്ലാതെ അവർക്കൊരു വലിയൊരു പതിതാവസ്ഥ തൊഴിൽപരമായോ സാമ്പത്തികമായോ പ്രത്യേകമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അവരെക്കുറിച്ചുള്ള ഈ സാമൂഹിക വീക്ഷണമാണ് അതിൻ്റെ ഒരു വിഷയം പലപ്പോഴും. അത് ചില ആളുകളൊക്കെ അവരുമായിട്ട് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് അത്തരത്തിലുള്ള കുടുംബ വ്യവഹാര വിനിമയങ്ങൾക്കൊക്കെ മടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതാ മടിക്കുന്നവരുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. അവർ മറ്റേതൊരു മുസ്ലിമിനെ പോലെ തത്തുല്യ പരിവേഷമുള്ള അന്തസ്സും ആഭിജാത്യമുള്ള വിഭാഗവും മനുഷ്യരുമാണ്. അവരാരെങ്കിലും മോശമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണുന്നവരുടെ പ്രശ്നമാണ്. അവരുടെ മാനസിക വൈകല്യവും അവരുടെ വിശ്വാസത്തിലെ പാകപ്പിഴവുകളും അവരുടെ മനോദൗർബല്യവുമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റുള്ള കമ്മ്യൂണിറ്റികളെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ തീരദേശത്തു നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിലേക്ക് വരുന്നവരൊക്കെ തന്നെ തുച്ഛമാണ്. ഈ നമ്പേഴ്സ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംവരണം കൊണ്ടുവരുന്നത് അവരുടെ ജീവിതത്തെ എത്രത്തോളം പോസിറ്റീവായിട്ട് ബാധിക്കും? ഇത് പിന്നെ സംവരണം ഒരു പ്രത്യേകമായിട്ട് വരുമ്പോൾ എങ്ങനെയായാലും ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് അവരും ഗുണഭോക്താക്കളാവും. അതൊരു സ്വാഭാവികതയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഉപസംവരണം തീരദേശ മുസ്ലിം സംവരണത്തിനകത്ത് നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനകത്ത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശനം ലഭിക്കപ്പെടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പം വർഗീയപരമായിട്ട് ഇതിനെ കാണാനായിട്ട് ഒരുപാട്, പ്രത്യേകിച്ചും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന KP ശശികലയെ പോലെയുള്ള ആളുകൾ, വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വർഗീയപരമായിട്ട് അതിൻ്റെ ഒരു ആംഗിൾ നോക്കി കണ്ടിട്ട് അത് ഇനിയിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിലോ അല്ലെങ്കിൽ ശശികലയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇത് ഞാൻ ഈ പറയുന്ന സാധനം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാവും. ഇതിൻ്റെ നരേഷൻ മാറ്റിയിട്ട് പിന്നെ തീരദേശ മുസ്ലിമിന് സംവരണം വേണമെന്ന് നൗഷാദ് അലി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവർ നരേറ്റീവ് ഉണ്ടാക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് തെറ്റിദ്ധാരണാജനകമായിട്ട് തോന്നുമെങ്കിലും ഇതെന്താണ് എന്ന് ഒരു മിനിറ്റ് ആ വീഡിയോ ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് കട്ടർ സംഖ്യയാണെങ്കിൽ പോലും അവർക്കിതിനകത്തൊരു എതിർപ്പോ അവർക്കൊരു വിരോധമോ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവരെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിമിന് വിളമ്പി വെച്ച ചോറിൽ നിന്ന് ആ വിളമ്പി വെച്ചത് സർക്കാർ എത്രയോ കാലമായിട്ട് തീരുമാനമെടുത്ത് വിളമ്പി വെച്ചതാണ്. അതിനകത്തുനിന്നൊരു 2 ഉരുള ആ വിഭാഗത്തിൽ തന്നെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് നൽകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സംഘപരിവാറിൻ്റെ ഏതെങ്കിലും താല്പര്യങ്ങളെയോ ശശികല ടീച്ചറുടെ ഏതെങ്കിലും ആശയങ്ങളെയോ ഒന്നും ദോഷകരമായിട്ട് ബാധിക്കുന്നതല്ല. അത് എൻ്റെ വീട്ടിലൊരു സദ്യ വിളമ്പുമ്പോൾ എൻ്റെ വീട്ടിൽ വിശന്നിരിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു അജീർണമൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ
ചില ബൈ ബർത്ത് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു പോഷകാഹാരമൊക്കെ എൻ്റെ വീട്ടുകാരും നൽകണമെന്ന് പറയുന്നത് അയൽ വീട്ടുകാരനെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് പരിഗണിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പം അതൊന്നും വിലപ്പോകുന്ന ഇറലവൻ്റായ കാര്യമാണ്. അത് എടുത്ത് വർഗീയമായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ആ ഒരു സെക്ഷൻ്റെ ഇടയിൽ തന്നെ ഒറ്റപ്പെടുമെന്നല്ലാതെ അവർ ഉയർത്തുന്ന ആശയങ്ങളിൽ എന്ത് കാമ്പാവുള്ളതെന്ന് അവരെന്നെ ചിന്തിക്കുമെന്നല്ലാതെ അതിനകത്തൊന്നും നമുക്ക് ആശങ്കയില്ല. പിന്നെ നമുക്ക് ബോധ്യമുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിന്ന് അത് നമ്മൾ പ്രതികരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഗ്വാ വിളിച്ചാരെങ്കിലുമൊക്കെ വന്നതുകൊണ്ടൊന്നും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളിത് സതുദ്ദേശപരമായിട്ടാണ് പറയുന്നത്. നമ്മുടെ മുസ്ലിം വിഭാഗത്തിൻ്റെ പൊതുസംവരണം എടുക്കുകയാണെങ്കിൽ തന്നെ ജനസംഖ്യാടിസ്ഥാനത്തിൽ കുറവല്ല. 12% എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ടോട്ടൽ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വിഹിതം അല്ലെങ്കിൽ ആ ഒരു ശതമാനം കുറവായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരമൊരു ഡിബേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ പിന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ട് സുചിന്തിതമായ തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ കുറ്റവും കുറവും പോരായ്മയും ആധിക്യമൊന്നും അതിൻ്റെ ഒരു ചർച്ചയിൽ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരളത്തിലൊക്കെ പരമാവധി കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഇതിനേക്കാൾ പരിതാപകരമായ മറ്റൊരുപാട് ഇടങ്ങൾ ഇന്നത്തെ ഇന്ത്യയിൽ ധാരാളം ഉണ്ടാകുമ്പോൾ ഇവിടെ ലഭിക്കുന്നൊരു അനുഗ്രഹത്തെ നിന്നയോടുകൂടി കാണുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയിൽ നിൽക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ വിഭജനം, അല്ലെങ്കിൽ മലപ്പുറത്തെ മറ്റൊരു ജില്ലയായിട്ട് 2 ജില്ലയായിട്ട് വിഭജിക്കണം എന്നുള്ളൊരു ചർച്ചകൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം കാര്യമായിട്ടുള്ള ചർച്ച ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു സമുന്നതനായ നേതാവ് എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ടും പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ജില്ലകളുടെ ജനസംഖ്യയെ ആസ്പദമാക്കി പരിശോധിച്ചാൽ, ഭരണ സൗകര്യങ്ങൾ മുൻനിർത്തി പരിശോധിച്ചാൽ, വികസന ആവശ്യങ്ങൾ മുൻനിർത്തി സമീപിച്ചാൽ കേരളത്തിൽ മലപ്പുറം എന്നല്ല മറ്റൊരുപാട് ജില്ലകളും വിഭജിക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ മലപ്പുറവും ഉൾപ്പെടുന്നു എന്ന് മാത്രമാണ്. നമ്മൾ മലപ്പുറം വിഭജിക്കണം എന്നൊരു പെർസ്പെക്റ്റീവ് നെറേറ്റീവ് വരുമ്പോൾ അതിന് പല പിന്നെ ദ്വയാർത്ഥങ്ങളും അതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത പല മാനങ്ങളൊക്കെ നൽകാൻ ആളുകൾ ഇവിടെ തയ്യാറായിട്ടിരിപ്പുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ മലപ്പുറം വിഭജിക്കണം എന്നൊരാവശ്യമല്ല ഉയർത്തേണ്ടത്. കേരളത്തിൽ ഏതൊക്കെ ജില്ലകൾ വിഭജിക്കണമെന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഒരു കമ്മീഷനെ വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ വിഭജിക്കണമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും വേണം. കാരണം ജില്ലകളുടെ എണ്ണം കൂട്ടണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതിനകത്ത് മലപ്പുറം പെടും, അതിനകത്ത് എറണാകുളം പെടും, അതിനകത്ത് തിരുവനന്തപുരം പെടും, അങ്ങനെ പല ജില്ലകളും പാലക്കാടിനെയും പെടുത്താം. പിന്നെ ഈ ജില്ലകളൊക്കെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം മലപ്പുറം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ പാലക്കാടിനെയും തൃശ്ശൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വിഭജിക്കാൻ പറ്റും. അപ്പോൾ ആ ജില്ലകളിലും കൂടി ഒരു ആളുകൾക്ക് ഒരു വികസന സൗകര്യങ്ങൾ, പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവർക്കുള്ള മറ്റു ഗുണങ്ങളൊക്കെ, റവന്യൂ ഗുണഫലങ്ങളൊക്കെ അവർക്ക് ലഭ്യമാവും. അങ്ങനെ ഒരു മലപ്പുറം സെൻട്രിക് ആക്കുമ്പോൾ അതൊരു ദുരുദ്ദേശപരമാണ്. ഇനിയിപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കപ്പെടണം എന്നതിനെ വർഗീയമാക്കിയിട്ട് ഈ കേരളത്തിൽ തന്നെ നടക്കേണ്ട ന്യായമായൊരു കാര്യത്തെ ഫ്രീസറിൽ വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ മലപ്പുറം വിഭജിക്കണം എന്നതിലുപരിയായിട്ട് കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ വിഭജനം ആവശ്യമുണ്ടോ അവിടങ്ങളിലൊക്കെ അതേക്കുറിച്ച് ചിന്തിക്കാൻ സമയമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ പൊന്നാനി കേന്ദ്രമായിട്ട് ഒരു ജില്ല വരണം എന്നുള്ളതാണ് എൻ്റെ അതൊരു അഭിപ്രായം. അതിനൊരു ചരിത്രപരമായൊരു കാവ്യനീതി അതിനകത്തുണ്ട്. കാരണം ഇത് 1790 മുതൽ 1956 വരെ ഈ മലബാർ ജില്ല എന്നത് മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പം മലബാർ ജില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിറക്കൽ, കോട്ടയം, കുറുമ്പ്രനാട്, വയനാട്, കോഴിക്കോട്, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, പാലക്കാട് മുതൽ ഫോർട്ട് കൊച്ചി, അപ്പോൾ ഇത്രയും താലൂക്കുകൾ അടങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ പൊന്നാനി എന്നത് പഴയൊരു വിശാലമായ താലൂക്കാണ്. ആ താലൂക്കിൻ്റെ ഭാഗമായിരുന്നു തിരൂരും താനൂരും കുറ്റിപ്പുറവും ചാവക്കാടും തൃത്താലയും മണ്ടത്തോടും ഒക്കെ അടങ്ങുന്ന ആ വലിയ ഭൂവിഭാഗം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളുണ്ട്, തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളുണ്ട്, മലപ്പുറത്തിൻ്റെ തീരദേശ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിന് ഒരു ജില്ലാ ആസ്ഥാനത്തിന് പൈതൃകമായി ചരിത്രപരമായി ഒരു പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലവും പിൻബലവും ഒക്കെ ഉള്ള ഇടം പൊന്നാനിയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത് പൊന്നാനി കേന്ദ്രീകരിച്ചൊരു ജില്ല വരുമ്പോൾ അത് നന്നായിരിക്കും. സ്വാഭാവികമായിട്ടും മൂവാറ്റുപുഴയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയും അങ്ങനെയൊക്കെ പല പ്രപ്പോസലുകളും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ മെറ്റിക്കുലസായിട്ട് നമ്മൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജില്ലയായപ്പോൾ അത് വിഭജിക്കുക എന്നൊരു ആശയം വരികയാണെങ്കിൽ അത് കൂടുതൽ ചേരുന്നത് ഇവിടെയാണ് എന്ന് പറയുന്നു. മലപ്പുറം ജില്ല വിഭജിക്കണം നൗഷാദ് അലി എന്ന മറ്റുള്ളൊരു നരേഷനോ ക്യാപ്ഷനോ എനിക്ക് താല്പര്യമില്ല. കേരളത്തിൽ എവിടെയൊക്കെ ജില്ലകൾ ആവശ്യമുണ്ടോ എന്ന് പിന്നെ വളരെ കൃത്യമായ പഠനം നടത്തി അത് പരിശോധിച്ച് അത് നടത്തണം. അത് എവിടെയൊക്കെ വേണമെന്നുള്ളത് ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ പരിസരത്ത് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത് എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. മുൻപ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തൊരു പശ്ചാത്തലമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. മുമ്പ് ലീഗ് EMS സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പാർട്ടി ഇപ്പോൾ പുതിയൊരു ജില്ല പൊന്നാനി ആസ്ഥാനമാക്കി പുതിയൊരു ജില്ല വരണം എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യം അല്ല. അങ്ങനെ ഒരു പാർട്ടി ഇതുവരെ പൊന്നാനി ആസ്ഥാനമാക്കി ജില്ല വരണമെന്ന് പറഞ്ഞിട്ടില്ല. അത് മലപ്പുറം ജില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ വിഭജിക്കപ്പെടുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അതാണ്. അതിന് ഞാൻ ചരിത്രപരവും സാംസ്കാരികവും പാരമ്പര്യ പൈതൃക സംബന്ധിയായ ഉപോത്ബലകങ്ങളാണ് ഞാൻ നിരത്തിയത്. അപ്പോൾ അതല്ലാതെ ഞാൻ അങ്ങനൊരു ജില്ല രൂപീകരിക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ അതിന് ഒരിക്കലും ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് വളച്ചൊടിക്കപ്പെട്ട് കൊണ്ടുപോകരുത് എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ അതിനൊരു മലബാറിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ 1930കളിലും 40കളിലും 50കളിലൊക്കെ ഈ മലബാറിൽ പരസ്പരം മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടിയ പാർട്ടികളായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും. പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാനൊക്കെ കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്ത് ഒരു മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ നിർഭാഗ്യവശാൽ 1945 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. പക്ഷേ അതേ ഒരു 10, 15, 20 കൊല്ലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മലബാറിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതി ഇന്ന് കാണുന്ന രീതിയിലാകണമെന്നില്ല. ഇവിടെ 1950കളിൽ നെഹ്റു എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന്. അന്ന് CH മറുപടി നൽകിയിട്ടുണ്ട് അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്നുള്ളത്. അതൊക്കെ അന്നത്തെ ഒരു പൊളിറ്റിക്സും അതിനൊരു പെർസ്പെക്റ്റീവുമാണ്. ആ മുസ്ലിം ലീഗ് 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിൽ ഭാഗമായി CPMൻ്റെ സഖ്യകക്ഷിയായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, ലീഗിനെ എതിർക്കും, അവർ കൊണ്ടുവരുന്നൊരു പ്രപ്പോസലിന് ആ രീതിയിലായിരിക്കും സമീപിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിന് മറ്റ് കാണാത്ത അറിയാത്ത ദുർവ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല. അതൊക്കെ അതത് കാലത്തെ പൊളിറ്റിക്സാണ്. അന്നിപ്പോൾ ചത്ത കുതിര എന്ന് വിളിച്ച ഒരു പാർട്ടിയുമായിട്ട് കോൺഗ്രസ് 1970 തൊട്ട് സഖ്യത്തിലാണ്. അപ്പം നെഹ്റു വന്ന ചത്ത കുതിര എന്ന് വിളിച്ചില്ലേ എന്ന ചോദ്യം ഇപ്പം ചോദിച്ചിട്ട് എന്താ കാര്യം? അതുപോലെയൊക്കെ തന്നെയാണത്. അതൊക്കെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ്. അപ്പം മുഹമ്മദ് അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗിനെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. തിരിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാനെ കാഫറാക്കി ഫത്വ ഇറക്കുന്ന പശ്ചാത്തലമൊക്കെ ചില പ്രവിശ്യ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്തെ കൊടുക്കൽ വാങ്ങലുകളും പോരുകളുമാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമായിട്ട് ചേർത്ത് വെച്ചിട്ട് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇങ്ങനെയാകുമ്പോൾ അത് അങ്ങനെയല്ലേ എന്ന ചോദ്യത്തിന് ഒരു തരത്തിലുള്ള റെലവൻസും ഇല്ല. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പോവുകയാണ്. 2025 കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. ത്രിതല പഞ്ചായത്തുകളിലായാലും ശരി, മുനിസിപ്പാലിറ്റികളിലായാലും ശരി, അതിനെ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ താങ്കൾ കാണുന്നത്? അല്ലാതെ തീർച്ചയായിട്ടും അത് ഞാൻ ഈ ത്രിതല തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPM തുടർഭരണത്തിലേക്ക് വരുന്നു, LDF പിണറായി. അത് കഴിഞ്ഞ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF മേൽക്കൈ നേടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് വന്ന മിക്ക ഉപതെരഞ്ഞെടുപ്പുകളും UDF ജയിച്ചു. അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF ജയിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഈ ത്രിതല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് UDF മിന്നുന്ന ജയം കരസ്ഥമാക്കി. അതിൻ്റെ ഒരു മൂർത്ത രൂപമായിരിക്കും 2026 ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതൊരു കാലത്തിൻ്റെ കാവ്യനീതിയാണത്. അത് ഇങ്ങനൊരു തുടർഭരണം എന്ന ഒന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും ഇല്ല. ഒന്ന് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ 1970-ലും അത് കഴിഞ്ഞിട്ട് 77 തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, ജനഹിതം നേടിക്കൊണ്ട്.
എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തുടർഭരണമൊക്കെ കെടുതികളിലൂടെയാണ് നീങ്ങുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ പൊന്നാനി തീരദേശം, അത് അദാനിക്ക് ആഴക്കടൽ മണൽ ഖനനത്തിന് പ്രോജക്റ്റ് ഉണ്ടാക്കി ഫയലിൽ വിശ്രമിക്കുന്ന ഒരു തീരദേശമാണ്. അതിൻ്റെ വയബിലിറ്റിയോ അതിൻ്റെ പ്രൊസീഡിങ്സോ എവിടെയെങ്കിലും എത്തിയതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതങ്ങനൊരു പദ്ധതിയും അങ്ങനെ ഒരു ആശയവും ഇവിടെ ഉണ്ട്. അത് ഫയലിൽ ഉറങ്ങിക്കിടപ്പാണ്. ഞാൻ അവിടെയൊക്കെ ഉള്ള ഈ വികസന മുരടിപ്പിനെ ഈ പദ്ധതിയായിട്ട് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മറ്റ് തീരദേശങ്ങളിലേക്കൊക്കെ നോക്കി അവിടെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പൊന്നാനി തീരദേശത്ത് കടൽ ഭിത്തി കെട്ടിയിട്ട് 1.5 പതിറ്റാണ്ടിലധികമായി. എല്ലാ വർഷവും കരയിടിയുന്നു. ആളുകൾ 50-70 മീറ്റർ ഉള്ളിലേക്ക് പലായനം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആർക്കും പട്ടയം കൊടുക്കുന്നില്ല. ഇനി ഉള്ള പട്ടയത്തിനാണെങ്കിൽ ബാങ്കുകൾ ലോണും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു അലിഖിത നിർദ്ദേശമുണ്ട് എന്ന് സംശയിക്കേണ്ട തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെയൊക്കെ 1000-ലധികം ഓലപ്പുരകളുണ്ട് പൊന്നാനി തീരദേശത്ത്. ഈ ഓലപ്പുര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുമര ഓലയാണ്, മേൽക്കൂര ഓലയാണ്, തറ പൂഴിയാണ്. ഇതിലൊക്കെയാണ് 10,000-കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത്. വളരെ പരിതാപകരമായ സാഹചര്യമാണ്. അടുത്തടുത്ത വീടുകൾ, ഒരു സ്യൂവേജ് ലൈനോ ഡ്രെയിനേജോ മറ്റ് വാട്ടർ സപ്ലൈ പ്രോപ്പറായിട്ടോ ഒന്നും അവിടെ ഇല്ല. വളരെ ഗതികേടിൻ്റെ മകുടോദാഹരണങ്ങളായിട്ട് ഒരുപിടി നിർഭാഗ്യവാന്മാരായ മനുഷ്യർ അട്ടിക്കിട്ട് കഴിയും പോലെ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ നിർഭാഗ്യകരമായ കാഴ്ചകളാണ്. ഞാൻ അവിടെയൊക്കെ CPM സ്വാധീനമുള്ളൊരു സ്ഥലമാണത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു CPM പ്രാദേശിക നേതൃത്വം പോലും നിസ്സഹായരാണ്. കാരണം ഞാൻ ഏറ്റവും അധികം സഹതാപത്തോടെ കാണുന്നത് അവിടുത്തെ CPM പ്രാദേശിക ഏരിയ നേതൃത്വത്തെയൊക്കെയാണ്. കാരണം അവർ ഈ മനുഷ്യരുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നവരാണ്. എന്നാൽ ഈ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ സർക്കാരൊക്കെ അവർ പോലും ചിന്തിക്കാത്ത, അറിയാത്ത മറ്റൊരു ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വനരോധനമായിട്ടാണ് കലാശിക്കുന്നത്. അതൊക്കെ ബധിരകർണങ്ങളല്ല ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ജനങ്ങളുടെ ഒരു വിഷയത്തിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം സർക്കാരിൻ്റെ നയം വേറെ വഴിക്കാണ് ഓടുന്നത്. ഇവർ മുൻകാലങ്ങളിൽ EKM പിച്ചിവായുടെ കാലത്ത് പ്രതീക്ഷിച്ച ആ റൂട്ടിലൊന്നും അല്ല വണ്ടി ഓടുന്നത്. അതുകൊണ്ട് CPM നേതൃത്വം സമ്പൂർണ്ണമായിട്ട് അവിടെ ഒരു ജനവിരുദ്ധതയുടെ പ്രതീകമായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ മാറുകയാണ്. അവിടേക്കിപ്പോൾ ഹോൾസെയിൽ മത്സ്യക്കച്ചവടമൊക്കെ നടത്തുന്ന ഷെഡും ചാപ്പകളൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിച്ചു മാറ്റി അവിടെ മാരിടൈം ബോർഡിൻ്റെ പ്രൊജക്റ്റ് വരാൻ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ മുഴുവൻ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ രഹസ്യ നടപടികൾ സർക്കാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്ഥിതിഗതികൾ. അതുകൊണ്ട് തന്നെ CPM അവിടെ തീരദേശക്കാരുടെ ഇടയിലൊരു ജനവിരുദ്ധമായിട്ട് നാളുകൾ ചെല്ലുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ 100 സീറ്റ് നേടിക്കൊണ്ട് UDF അധികാരത്തിലെത്തുമെന്നാണ് D. സതീശനടക്കമുള്ള നേതാക്കൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ അത് എത്രത്തോളം സാധ്യമായിരിക്കാം തോന്നുന്നു? അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 977 തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ജനകീയ മുന്നേറ്റം ഇതിനകത്തുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആനുപാതികമായ ഒരു വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുന്നുണ്ട്. അത് മലബാറിൽ മാത്രമല്ല, മലബാർ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളൊക്കെ മലബാറുകാരും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുമാണ്. ഇവിടെ ഉണ്ടാകുന്ന വോട്ടിംഗ് ധ്രുവീകരണങ്ങളൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനതിനകത്ത് ഒരു 100 സീറ്റ് എന്നുള്ളതൊരു വ്യാമോഹമൊന്നും അല്ല എന്നത് യുക്തിസഹമായിട്ട് ഏവർക്കും ബോധ്യമാവും. കാരണം പിന്നെ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലുള്ള ജില്ലകളൊക്കെ സമ്പൂർണ്ണമായിട്ട് UDFനൊപ്പം നിലകൊള്ളുകയാണ്. ആ ഒരു മുന്നേറ്റവും മലബാറിലെ മുന്നേറ്റവും കൂടി സംയോജിക്കുമ്പോൾ 100 സീറ്റിന് മുകളിൽ പോയാലും എന്താ അത്ഭുതം. ഈ കോട്ടയത്തെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നിലവിൽ കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര കണ്ട് രണ്ട് മുന്നണിക്കും പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ജോസ് കെ മാണി പക്ഷമായാലും ശരി, ജോസഫ് പക്ഷമായാലും ശരി, കേരള കോൺഗ്രസ് തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് എത്രത്തോളം മികച്ച രീതിയിൽ UDFന് ഒരു മുന്നേറ്റമുണ്ട്? അല്ല, അതിനകത്ത് ഈ കോൺഗ്രസ് പാർട്ടി 1965 പിളർന്ന് 64-65 കാലത്ത് പിളർന്നിട്ടാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ ബേസൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം മാറുന്നൊരു രാഷ്ട്രീയ കാറ്റിനനുസരിച്ച്
യുക്തിസഹമായ നിലപാടുകൾ സ്വീകരിക്കാത്തവരൊക്കെ ആ കാറ്റത്ത് കടപുഴകി വീഴുമെന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ ഒരു നോഹയുടെ പെട്ടകമാണ്. നൂഹ് നബിൻ്റെ കപ്പൽ എന്ന് പറയാം. ഇതിനകത്ത് കയറി കൂടിയാൽ ഒരു രക്ഷയുണ്ടാവും. അത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതും ഉണ്ടാവും. അത്രമാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു അവരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അത് അങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും നമ്മൾ അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. അതൊക്കെ അതല്ലാതെ ഞങ്ങളില്ലാത്ത മുന്നണി അധികാരത്തിൽ വരുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊരു സ്വാഭാവികമായിട്ട് പറയുന്നൊരു വാചകമായിട്ട് അതിനെ നമ്മൾ ആ രീതിയിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം വിസ്മയങ്ങൾ ഒരുപാട് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ജോസ് കെ മാണി പക്ഷം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, ഈ വിസ്മയങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 100 സീറ്റിൽ UDF വിജയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അന്തിമ വിസ്മയം. ആ വിസ്മയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറു വിസ്മയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ പോകുന്ന പൂരമാണ്. നമ്മളിവിടെ ഇരുന്നിപ്പോൾ അത് അനാവൃതമാക്കേണ്ട കാര്യമില്ല. അത് അന്തിമ വിസ്മയം അതാണ്. അതിലേക്ക് പോകുന്ന വഴിത്താരയിൽ നിരവധി വിസ്മയങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആകത്തുക, അതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഉപസംഹാരമായിട്ട് 2026 ജനവിധിയിലാണ് ഉണ്ടാവുക. പ്രധാനമായിട്ടും നമ്മുടെ ഈ പൊളിറ്റിക്കൽ വോട്ട്, അതായത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കണക്കാക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൻതോതിൽ പഞ്ചായത്തുകൾ നഷ്ടപ്പെടും, ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടെങ്കിൽ പക്ഷേ ആ വോട്ട് ഷെയർ അതുപോലെ തന്നെ ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ കാര്യമായിട്ടുള്ള മികച്ച പ്രകടനം നടത്താൻ അവിടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും തരത്തിലുള്ള ഒരു മുന്നേറ്റം ജില്ലാ പഞ്ചായത്തുകളിൽ, കൊല്ലത്താലും ശരി ജില്ലാ പഞ്ചായത്തുകളിൽ LDFന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. LDFൻ്റെ അടിത്തറ ഇപ്പോഴും ഭദ്രമാണെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അതിനെങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അല്ല, ഈ LDFൻ്റെ ജനകീയ അടിത്തറ സമ്പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞു എന്നൊന്നും ആരും അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ LDFും UDFും തമ്മിലൊരു 5 to 8% വോട്ടിംഗ് വ്യത്യാസം അത് ലോക്സഭ തൊട്ട് കാണപ്പെടുന്നുണ്ട്. അത് നിയമസഭയിലും ആവർത്തിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 100 സീറ്റ് എന്നുള്ളത്. അതൊരു ഒരു 10% താഴെ 6% മുകളിലായിട്ട് ഒരു വോട്ടിംഗ് വ്യതിയാനം LDFൻ്റെയും UDFൻ്റെയും വോട്ട് ഷെയറിൽ ഉണ്ടത്. അത് നിങ്ങൾ ശരാശരി 2021 ശേഷമുള്ള പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അളവ് കൂടുകയല്ലാതെ കുറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലില്ല. ഏതൊക്കെ വിഷയങ്ങളെ മുൻനിർത്തിയായിരിക്കാം 2026 UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കും? അല്ല, അത് തീർച്ചയായിട്ടും അത് പിന്നെ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയം നിലനിൽക്കേണ്ടതുണ്ട്. 970 ശേഷം കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ, ആ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സന്തുലിതത്വം, ഇതാണ് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മതേതര പൊളിറ്റിക്കൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ. അത് ഇനിയൊരു തുടർഭരണം LDFനോ CPMനോ ഒക്കെ ലഭിക്കുന്ന പക്ഷം ഒരു മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ എന്നേക്കുമായിട്ട് അവസാനിക്കും. പിന്നെ വരാൻ പോകുന്ന ശക്തികളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വാചാലനാകുന്നില്ല. അതൊക്കെ ജനാധിപത്യ കേരളത്തിന് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ്. ആ ഒരു പൊളിറ്റിക്സ് ഞങ്ങളത് പ്രൊപ്പഗേറ്റ് ചെയ്യാതെ തന്നെ അന്തർലീനമാണ് ഇവിടുത്തെ ഇലക്ട്രലേറ്റിൻ്റെ മനസ്സിൽ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പൊളിറ്റിക്കലി ഒരു അനുകൂലമാകുന്നൊരു നെറേറ്റീവ് എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് ഈ LDFൻ്റെ ഭരണം അതിന് സമ്പൂർണ്ണ പരാജയമാണ്. ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇയർമാർക്ക് ചെയ്യപ്പെടാവുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ ഇവിടെ കലൂർ സ്റ്റേഡിയമോ അല്ലെങ്കിൽ വല്ലാർപ്പാടം പദ്ധതിയോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളമോ അല്ലെങ്കിൽ പിന്നെ ഗോശ്രീ പാലങ്ങളോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയോ മെട്രോ റെയിലോ അങ്ങനെയൊക്കെയുള്ള കണ്ണൂർ വിമാനത്താവളമോ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 10 കൊല്ലം ഇവർക്ക് ഇതിനൊന്നും സാധിച്ചിട്ടില്ല. കേരളം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. പറയാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും ഹൈവേ എന്ന് പറഞ്ഞത് ഈ ഒരു 1/4 നൂറ്റാണ്ട് കാലമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എക്സ്പ്രസ് ഹൈവേ ആണ് 2001-6 കാലത്ത് UDF മുന്നോട്ട് വെച്ചൊരു ആശയം. അന്ന് അതിനെതിരെ പാട്ടുപാടിയും നാടകം കളിച്ചും സാംസ്കാരിക നായകന്മാരെ കൊണ്ട് ഉറഞ്ഞു തുള്ളിച്ചും ഒക്കെ വലിയ ജനകീയ വികാരമുണ്ടാക്കിയാണ് അന്നത്തെ അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള CPM ചെയ്തത്. അന്ന് അങ്ങനെ ഒരു എക്സ്പ്രസ് ഹൈവേ വരികയാണെങ്കിൽ ഇന്ന് കാണുന്ന ഈ 6 വരി പാതയും കൂടി വന്നു കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ അൺടച്ചബിൾ സ്റ്റേറ്റായി മാറിയാണ്. ഒരു ലോജിസ്റ്റിക്
സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ ഒരു 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 സുവർണ ദശയിലൂടെ കേരളം സഞ്ചരിച്ചത്. അപ്പോൾ ഈ ആറുവരിപ്പാതയൊന്നും അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കുഞ്ഞായിട്ട് വിലയിരുത്താൻ സാധിക്കുകയില്ല. അത് ഒരുപാട് കാലമായിട്ടൊരു ആശയമാണ്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് 45-60 മീറ്റർ വീതി പാടില്ല, 30 മീറ്ററിൽ ഒതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലൊക്കെ കേസിന് പോയ ആളുകളായിരുന്നു CPM-കാർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഗതിവേഗം പല ഘട്ടങ്ങളിലും കുറക്കാൻ ഇവരുടെ പല നടപടികളും കാരണമായിട്ടുണ്ട്. ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ അതിന് സഹായകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അടിവരയിട്ടൊന്നും പറയുന്നില്ല. എല്ലാ സർക്കാരുകളും സ്വീകരിച്ചതിന് സമാനമായൊരു നിലപാട് ഇവർക്കും ഉണ്ടായി. മാറിയൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം കൂടി സഹകരിക്കുമ്പോൾ അത് സുഗമമായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ആറുവരിപ്പാതയൊന്നും ഒരു കാരണവശാലും പിണറായി സർക്കാരിൻ്റെ ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും പൂർണ്ണമായ ബോധ്യം ആ അവകാശവാദത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും ഇല്ല 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 എന്ന ഒരു വാചകം മാത്രമാണ്. ഇതുപോലെ സാമ്പത്തികമായിട്ട് കേരളം തകർന്നടഞ്ഞ മറ്റൊരു സാഹചര്യമുണ്ടോ? എന്ത് പദ്ധതിക്ക് അവരെടുത്ത് പണമുള്ളത്? പഞ്ചായത്തിന് പദ്ധതി വീതം പോലും കൈമാറുന്നതിൽ വലിയ കാലവിളംബം വരുത്തുന്നൊരു സർക്കാരാണിത്. പ്രാദേശിക വികസനം പോലും വഴിമുട്ടി നിൽക്കുകയാണ്. ലക്ഷം കോടി രൂപയൊക്കെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമായിട്ട് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത്. സമാനമായിട്ട് 10,000-കണക്കിന് കോടി രൂപ ഇവിടുത്തെ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. മാത്രമല്ല, ചെറിയ ചെറിയ തുകകൾ അടച്ച് ക്ഷേമനിധിയിലേക്ക് സ്വരുക്കൂട്ടിയ 10,000-കണക്കിന് തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവർക്ക് ക്ഷേമനിധി ആനുകൂല്യം പോലും കിട്ടുന്നില്ല. കാരണം ക്ഷേമനിധിൻ്റെ കോർപ്പസ് ഫണ്ടൊക്കെ ഇവർ കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ സമ്പൂർണമായിട്ട് ഇത് സാമ്പത്തികമായിട്ട് നട്ടല്ലൊടിഞ്ഞ് വീണിതല്ലോ കിടക്കുന്ന ധരണിയിലെന്ന മട്ടിലാണ് കേരളമുള്ളത്. ആ കേരളത്തിൻ്റെ ഈ വികസന പ്രശ്നങ്ങൾ, ഈ സാമ്പത്തിക പരാധീനതകൾ എല്ലാ രംഗത്തും നിഴലിക്കുന്ന ഈ വരൾച്ച അന്തരീക്ഷം, എല്ലാ വിഭാഗം ജനങ്ങളും സമ്പൂർണ്ണമായിട്ട് നിരാശയിലാണ്ട് നിൽക്കുന്ന ഈ ചുറ്റുപാട്, ഇതൊക്കെ തീർച്ചയായിട്ടും UDF-ന് വലിയ സഹായം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ആശാ വർക്കർമാരെക്കാളും കൂലി ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് കൊടുക്കുന്നൊരു സർക്കാരാണിത്. ഇവർക്കൊക്കെ വല്ല യുക്തിയോ വല്ല പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടല്ല അല്ല, ആയിക്കോട്ടെ, ഒരു കാലോചിതമായ പരിഷ്കരണങ്ങളൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള കമ്പാരിസണുകൾ വരുമ്പോൾ അതൊരു ക്രിമിനലിസത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് മാറും. ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ, ഈ നാട്ടിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് തങ്ങളുടെ വേതനം കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് വലിയ സമരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ. അവരെ ഒക്കെ പരിഗണിക്കാതെ ഇങ്ങനൊരു സെക്ഷനെ മാത്രം പരിഗണിച്ചു പോകുമ്പോൾ ആളുകളുടെ പുരികമുയരില്ലേ? അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അല്ല, അതും മറ്റൊരു രീതിയിൽ കൗണ്ടർ നെഗറ്റീവായിട്ട് വായിക്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യമല്ലല്ലോ. അതിപ്പോൾ പൂർണ്ണമായിട്ടും തടവ് പുള്ളികൾക്കായിരിക്കില്ലല്ലോ ഇത് പോകുന്നത്. ഇത്ര ശതമാനം ഇരയാക്കപ്പെട്ടവരുടെ കുടുംബത്തിനടക്കമുള്ള രീതിയിൽ ഇതിന് വീതം വയ്ക്കുന്ന അല്ല. അതെങ്ങനെ തടവുകാരുടെ ജോലിക്ക് കൂലി കിട്ടുന്നത് ഇരകളുടെ കുടുംബത്തിന് കൊടുക്കാന്ന് എനിക്കറിയില്ല. ഇത് തടവുകാർക്കിന് മാന്യമായ വേതനം നൽകുക എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു സാമൂഹ്യക്ഷേമത്തിൻ്റെ അടയാളങ്ങളായിട്ട് എത്രത്തോളം വായിക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ചും CPM-മാർ തന്നെ മറുപടി പറയട്ടെ. പക്ഷേ ഇനിയിപ്പോൾ തടവുകാർക്ക് ഒരല്പം വേതനം കൂട്ടിക്കൊടുത്താലും അതിന് ഒരു കമ്പാരിസൺ ഉണ്ടാകാത്ത രൂപത്തിൽ ചെയ്യണം. കാരണം ആശാ വർക്കർമാർ മാസങ്ങളോളം തെരുവിൽ സമരം ചെയ്യുക അവരുടെ വേതന വർധനവിന് വേണ്ടി, അതിന് നേരെ കണ്ണടക്കുക, അവരെ പരിഹസിക്കുക, ആക്ഷേപിക്കുക, തുടർന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഇതിനൊക്കെ വിലയിരുത്തുമല്ലോ. ഇത് കേരളത്തെ തന്നെ വിലയിരുത്തുമ്പോൾ മോശമായ ചിന്തകളിലേക്ക് ആളുകളെ വഴിതിരിച്ചു വിടാൻ ഉതകുന്ന തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കുന്നത് എന്ന വിഷയത്തെ നമുക്ക് ആസ്പദമാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റും. അതിനകത്തൊന്നും തർക്കത്തിന് ഇടമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ പൂർണ്ണമായിട്ടും കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ പരാജയത്തിലേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് രണ്ട് രംഗം എടുത്ത് പരിശോധിക്കുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആരോഗ്യ രംഗമായാലും ശരി, വിദ്യാഭ്യാസ രംഗമായാലും ശരി, അപ്പോൾ മുൻകാലങ്ങളിലുള്ള സർക്കാരിനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ, എത്രയോ മുന്നോട്ട് വരുന്ന രീതിയിലല്ലേ ഈ രണ്ടെണ്ണം മാത്രം എടുത്ത് പരിശോധിക്കും. ഇത് നിങ്ങളുടെ തീർത്തും വികലമായൊരു ധാരണയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. 900-ഓളം ജനറിക് മരുന്നുകൾ ഇവിടുത്തെ ആശുപത്രികളിൽ സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഇവിടെ
വ്യത്യസ്തങ്ങളായ പദ്ധതികൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടും ലോട്ടറിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും, താരാട്ട്, താലോലം, അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരുപാട് പദ്ധതികൾ. കിഡ്നി, കരൾ, ലിവർ, ഹൃദയ രോഗികൾ, ക്യാൻസർ രോഗികൾക്കൊക്കെ ചികിത്സാ ഇളവുകളും പദ്ധതികളും ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഒറ്റ പദ്ധതിയും കേരളത്തിൽ നിലവിലില്ല. കേരളത്തിലെ ആശുപത്രികളിൽ മരുന്നില്ല, മതിയായ ഡോക്ടർമാരില്ല, കെട്ടിട സൗകര്യങ്ങളില്ല, ഉള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നിന്നും നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ ഒരു കുഞ്ഞിൻ്റെ കാൽ മുറിച്ച് മാറ്റേണ്ട ഒരു ഗതികേട് വന്നു. അതുപോലെ തന്നെ ശസ്ത്രക്രിയ നടത്തിയ കത്രിക വയറ്റിനകത്ത് മറന്നു വെക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ഒരു ട്രോമ ഉണ്ടാവുമ്പോൾ അതിലൊന്ന് ഗൗരവപൂർണ്ണം ഇടപെട്ട് ഈ ഇരക്ക് വേണ്ട ഒരു സാന്ത്വനവും ഒരു നഷ്ടപരിഹാരമെങ്കിലും ഈ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടോ? എന്തിനീ പിൻവാതിൽ നിയമനം വഴി ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും കയറിക്കൂടിയ CPM-ൻ്റെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്തൊക്കെ അതിക്രമ ആശുപത്രികളിൽ ചെയ്യുന്നത്? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ ICU കിടക്കുന്ന ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിച്ച ഒരു താൽക്കാലിക ജീവനക്കാരൻ, അയാൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു. ആ കേസ് ഒതുക്കി തീർക്കാൻ CPM അനുകൂല സംഘങ്ങളും അംഗങ്ങളും ഒക്കെ ശ്രമിച്ചപ്പോൾ അതിനോടൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു നഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത ഒരു കോടതി വിധി വാങ്ങിയിട്ടാണ് തിരിച്ചിവിടെ എത്തിയത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. ഒരു ICU-ൽ കിടക്കുന്ന ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോൾ അവനെയൊക്കെ ചുരുട്ടി മടക്കി പിഴിഞ്ഞ് ചണ്ടിയാക്കി വലിച്ചെറിയുക എന്നതല്ലാതെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ബോധം ഉരുത്തിരിയിക്കാൻ ഒരു സംഘം ഇറങ്ങുക, അതിന് പ്രതികൂലമായിട്ട് അതിനോട് പ്രതികരിക്കുന്ന, നീതിക്കും സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരെ സർക്കാർ തലത്തിൽ ട്രാൻസ്ഫർ ഉണ്ടാക്കി പ്രതികാര നടപടികൾ സ്വീകരിക്കുക, ഇതൊക്കെ ഒരു പരിഷ്കൃത പുരോഗമന ഒരു ഇടത്തിനും കാലത്തിനൊക്കെ യോജിച്ചാണോ? ഇതാണോ ആരോഗ്യരംഗത്തുണ്ടാക്കിയ നേട്ടം? സമ്പൂർണ്ണമായിട്ട് ആരോഗ്യരംഗമൊക്കെ കുത്തഴിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയത് നമുക്കറിയില്ല. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാണ് നേട്ടമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മികച്ചതാണ് എന്ന് ഞാനും അഭിപ്രായപ്പെടുന്നു. പക്ഷേ സർക്കാർ സ്കൂളുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. മലാപ്പറമ്പ് സ്കൂൾ തന്നെ ഒരു പാതിരാത്രി അല്ലെങ്കിൽ ഒരു ഇടിച്ചു പൊളിച്ച് കളയാനായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ആ സ്കൂൾ ഏറ്റെടുക്കുക എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഭീകരമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ നമുക്ക് വില കുറച്ച് കാണാനോ അല്ല, അതിനകത്ത് ഇതൊക്കെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിവരങ്ങളാണ്. മലാപ്പറമ്പിലെ സ്കൂൾ ഇടിച്ചു പൊളിക്കാൻ GSCB ആയിട്ട് വരുന്നു. അത് എന്ത്, എങ്ങനെ, ഏത് സാഹചര്യം, അതിനെ തുടർന്ന് എന്താണ് അവിടെ വിഭാവനം ചെയ്തത് എന്നൊന്നും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് പറയാൻ അവർ പറയില്ല. കാരണം അവരുടെ ഒരു നെറേറ്റീവ് ഉൽപാദനമാണത്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു 10 കൊല്ലം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഇത്രക്ക് പദ്ധതി വിനിയോഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായിട്ട് സർക്കാർ കെട്ടിടത്തിൽ എവിടെയെങ്കിലും ചാന്ത് പൂശുകയോ അല്ലെങ്കിൽ വെള്ള അടിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് എന്താണ് അടിസ്ഥാനപരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം, മുന്നേറ്റം? എന്താണ് ഇവിടുത്തെ സെക്കൻഡറി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ ഉണ്ടായ ആരോഗ്യകരമായ മാറ്റങ്ങൾ? ഇവിടെ എത്ര കുട്ടികൾക്ക് മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് മുന്നേറാനുള്ള മത്സരക്ഷമത കൈവരിക്കാൻ സാധിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് വലിയ സംഘർഷങ്ങളും പിടിവലികളും നിറഞ്ഞതാക്കി മാറ്റി എന്നതല്ലാതെ എന്ത് നേട്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഈ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കുന്ന ചില നുണപ്രയോഗങ്ങൾ എന്നതിൻ്റെ അപ്പുറത്ത് ഇതിനകത്തൊക്കെ യുക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെ നമുക്ക് നിരത്തിയിരുത്തിയിട്ടൊരു ഡിബേറ്റ് ആവാം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വരാം. നേരത്തെ നമ്മൾ പറയണ്ടായി 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരും. അപ്പോൾ അത്തരത്തിലൊരു രീതിയിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ടോട്ടലി തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളം അല്ലെങ്കിൽ CPM ഇല്ലാത്തൊരു കേരളം എന്ന് പറയുന്നത് അതൊരു തീർച്ചയായും മറ്റൊരു തരത്തിലേക്ക് പോകുന്നൊരു, നമ്മളങ്ങനെ ഈ ഏതെങ്കിലും പാർട്ടി മുക്ത ഭാരതം, പാർട്ടി മുക്ത കേരളം അങ്ങനെയൊക്കെയുള്ളൊരു നെറേറ്റീവിൻ്റെ ആളുകളല്ല. ഇപ്പം അനുകൂലമായൊരു ജനവിധി ലഭിക്കുന്നത് അത്
തീർച്ചയായിട്ടും അതിനകത്തൊരു ഭരണവിരുദ്ധതയുടെ ഒരു ആനുകൂല്യം കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ ഇത്രയും കാലം പ്രതിപക്ഷത്ത് നിൽക്കുന്ന നമുക്കുള്ള ജനങ്ങളുടെ ഒരു ആശീർവാദവും അനുഗ്രഹവുമാണ് എന്ന് കരുതി വിനയപൂർവ്വം അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ കോൺഗ്രസ് സംസ്കാരമുള്ള ഒരാൾ സ്വീകരിക്കേണ്ട ശൈലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എതിരാളി അങ്ങ് പരിഹസിച്ച് ചവിട്ടിത്തേച്ച് അരച്ച് അവർ സമ്പൂർണ്ണമായിട്ട് നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഉന്മാദികളാകുന്ന ഒരു രാഷ്ട്രീയമൊക്കെ അതൊരു കോൺഗ്രസ് സംസ്കാരത്തിന് അന്യമാണ്. അത് മുമ്പ് രാജേഷ് ഖന്ന ദാഗ് എന്ന സിനിമയിലൊരു ഡയലോഗുണ്ട്. ഞാനൊരു രാജേഷ് ഖന്ന ഫാനാണ് കേട്ടോ. ഞാനൊരു 69 മുതൽ 72 വരെ രാജേഷ് ഖന്ന ഒരു 17 ബ്ലോക്ക് ബസ്റ്ററുകൾ ഒന്നിച്ച് നൽകിയിട്ടുണ്ട്. ആരാധന, അമർ പ്രേമാനന്ദ്, ബേവർച്ചി, ഹാത്തി മേരെ സാത്തി, കാട്ടി പതങ്ക്, ദാഗ് എന്നൊക്കെ പറഞ്ഞില്ല. ദാഗ് എന്ന സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്സത്തേം ഷൗരത്തേം ഉൽഫത്തേം ചാഹത്തേം സബ് കുച്ച് ഇസ് ദുനിയാ മേ രഹതാ നഹി, ആജ് മേ ഹൂ യഹാ കൽ കോയി ഓർ ഥാ, ഓ ബി എക് ദോർ ഥാ എ ബി എക് ദോർ ഹേ എന്ന്. അതായത് നമുക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങളും ഈ അംഗീകാരവും ഒക്കെ അതെന്തോരും നമ്മുടെ ജന്മസിദ്ധമായ ഒരു അപൂർവ കഴിവൊന്നും ആയിട്ട് നമ്മൾ അഹങ്കരിക്കുന്നതിന് പകരം അതൊക്കെ ഒരു നിയോഗങ്ങളാണ്. ആ നിയോഗങ്ങൾ നമ്മളെ യഥാവിധി നിർവഹിച്ച് സ്തുതർഹമായിട്ട് നമ്മുടെ കാലഘട്ടം പൂർത്തിയാക്കിയാൽ നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടും. അപ്പോൾ അത്തരമൊരു ചിന്താഗതിയോടുകൂടി അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതാണ് നെഹ്റുവിയൻ ഫിലോസഫി, അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പോടുകൂടി അതിനെ സമീപിക്കുന്നതാണ് ഒരു കോൺഗ്രസ് രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പം ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായേക്കാം എന്ന് കരുതുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പൈസ പിരിച്ചടക്കമുള്ള കാര്യങ്ങൾ, വയനാട്ടിലെ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥലമേറ്റെടുപ്പിൻ്റെ കാര്യത്തിൽ തന്നെ വിമർശനം വരുന്നത് ആനത്താരയാണ്, ചെങ്കുത്തായ ഏരിയയിലാണ് സ്ഥലമേറ്റെടുത്ത് നടക്കുമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാം എന്ന് കരുതുന്നു. അതായത് ഈ കോൺഗ്രസ്സുകാർ ഏത് പദ്ധതി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയാലും CPM കാലങ്ങളായിട്ട് അവരും അവരുടെ സാംസ്കാരിക ശിങ്കിടികളും അവരുടെ പ്രസിദ്ധീകരണങ്ങളും അവരുടെ കലാപരിപാടി പ്രവർത്തികളിലും ഒക്കെ ഉള്ളതാണ് കോൺഗ്രസ്സിനെ ഇങ്ങനെ ഒരു വഷളന്മാരാക്കി ചിത്രീകരിച്ച് ഒരു ക്ലേശ ഉണ്ടാക്കുക എന്നുള്ളത്. അത് സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയൊക്കെ അവരുടെ ആളുകൾ കുറേ കാലങ്ങളായിട്ട് നിർവഹിച്ചു പോരുന്നതാണ്. ഇപ്പോൾ ഇവിടെ സർക്കാരിന് കൊടുത്ത വീടുകളിൽ 100 വീട് കർണാടക സർക്കാരാണ് കൊടുത്തത്. ആ 100 വീട് കർണാടക സർക്കാർ കൊടുക്കാൻ കോൺഗ്രസ് ചെലുത്തിയ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ അതിവർ ബോധപൂർവ്വം വിസ്മരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ ഇടപെടൽ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട് സർക്കാരിനും അപ്പുറം ഇപ്പുറമൊക്കെയുള്ള മറ്റ് ആന്ധ്ര സർക്കാരിനൊക്കെ ഇത് ചെയ്യാമായിരുന്നല്ലോ. കർണാടക സർക്കാർ അത്തരത്തിൽ ചെയ്തത് ഇവർ ബോധപൂർവ്വം മറച്ചു വെക്കും. പിന്നെ കോൺഗ്രസ് അവിടെ സ്ഥലം വാങ്ങി വീട് പണിയാൻ തുടങ്ങിയാണ്. അപ്പോൾ കോൺഗ്രസ് മേടിച്ച സ്ഥലത്ത് ആന ഇറങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ മേടിച്ച സ്ഥലത്ത് പുലി ഇറങ്ങിയതിൻ്റെ വാർത്ത ദേശാഭിമാനിയിൽ വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രസമ്മേളനത്തിലൂടെ ടി സിദ്ദീഖ് പറയുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും വിവേകമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്തരം ഇടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക. കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കുന്നെങ്കിൽ അതിന് വേണ്ട ഭരണതലത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ലീഗാണ് ഉണ്ടാക്കുന്നെങ്കിൽ അത് ചെയ്യുക. അവനാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതിനെയൊക്കെ ഒരു കലക്റ്റീവായിട്ടൊരു പൂളാക്കി മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനൊരു വിവാദമാക്കി ആ പന്ത് തട്ടി വലിച്ചഴച്ച് കൂടുതൽ മാർക്കറ്റിംഗ് സ്കില്ലുള്ളവർക്ക് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ പറ്റുമെന്ന തിയറിയിലൊക്കെ വിശ്വസിച്ച് പോകുന്നത് അതൊരു മോശ രാഷ്ട്രീയ പ്രവണതയാണ്. ഏതായാലും അത് വയനാട്ടിലെ ജനങ്ങളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊള്ളും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമായി കാണുന്നത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു തുടർഭരണം CPMന് ഉണ്ടാവുക എന്നുള്ളതാണ്. അവർ അഭികാമ്യമായിട്ട് അവരുടെ നേട്ടത്തിന് ഉതകുമെന്ന് കരുതുന്നത്. ആ ഒരു രാഷ്ട്രീയവുമായിട്ട് പരസ്യമായ ഒരു സഹകരണമോ ചില കൊടുക്കൽ വാങ്ങലുകളോ ഒക്കെ വരുന്നൊരു സാഹചര്യത്തെ ഗൗരവപൂർവ്വം ഞാൻ വീക്ഷിക്കുന്നുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വിഫലമാക്കുന്ന തരത്തിലുള്ളൊരു കുത്തിയൊഴുക്ക് ജനകീയ വികാരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നൊരു ഉറച്ച വിശ്വാസവും നമുക്കുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഞാൻ എൻ്റെ അവസരം പ്രയോജനപ്പെടുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലൊരു കോർപ്പറേഷൻ ഭരണം BJPക്ക് കിട്ടുകയാണ്. അവിടെ 50 സീറ്റുകളാണ് BJP നേടിയിട്ടുള്ളത്. ഇപ്പം BJP നേടിയ 50 സീറ്റുകളിൽ 41 കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും തന്നെ വളരെ കുറച്ച് 100-200 ആ ഒരു റേഞ്ച് ഓഫ് വോട്ടുകൾ മാത്രമാണ് കിട്ടിയുള്ളത്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ടാണ് എന്ന് വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കാരണം BJP അധികാരത്തിൽ എത്താൻ കാരണം കോൺഗ്രസ് ആണ് എന്നുള്ളൊരു നരേറ്റീവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കുന്നത്? അതൊരു CPMകാർ അവരുടെ
പരാജയത്തിൻ്റെ തിരിച്ചടിയിൽ നിന്നുണ്ടാക്കുന്ന അവരുടെ ഒരു വിലാപമാണ്. കാരണം കോൺഗ്രസ് 20 സീറ്റിലേക്ക് എത്തി, അത് കോൺഗ്രസ് അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തി സീറ്റുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനൊരു BJPയെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇരട്ടിയാവുമോ? ഞങ്ങൾ വീണ്ടും താഴേക്ക് മെലിഞ്ഞു പോകുമ്പോഴല്ലേ ഇത്തരത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു വിശ്വാസ്യത വരികയുള്ളൂ. ഞങ്ങളുടെ പ്രകടനം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ BJP ജയിച്ചതിന് ഞങ്ങളാ ഉത്തരവാദി എന്ന് പറയുമ്പോൾ എത്രമാത്രം പരിഹാസ്യമാണത്. അതൊക്കെ ഇവരിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ ഓരോ വിനിമയങ്ങളാണ്. അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നുള്ളതാണ് അഭികാമ്യം. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.